ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം 9-ാം സ്കന്ധത്തിലെ 26-ാമത്തെ അധ്യായം മുതൽ സാവിത്രിയുടെ കഥ പറയുകയാണ് നാരായണ മഹർഷി നാരദനോട്. അപ്പോൾ നാരദൻ ചോദിക്കുകയാണ്, തുളസ്യുപാഖ്യാനം ഇത് കേട്ടേൻ ഞാൻ അമൃതോപമം, ഇനി സാവിത്രി ഉപാഖ്യാനം ഓതിത്തരൂ. വേദമാതാവായിട്ടുള്ള സാവിത്രി എങ്ങനെയാണ് ജനിച്ചത്, ആരാ പൂജിച്ചത്, എന്തൊക്കെ അനുഗ്രഹം കൊടുത്തത്, ഇങ്ങനെയൊക്കെ ഒരിടം ചോദിക്കുക. ആ ചോദ്യത്തിലാണ് പിന്നെ ഉത്തരം വരിക. തുളസി എന്നത് വൃന്ദാവനി വിശ്വപൂജിത വിശ്വഭാവനി നന്ദിനി പുഷ്പസാരാഖ്യ തുളസി കൃഷ്ണജീവനി മഞ്ജരി തൃത്താവ് വിഷ്ണുപ്രിയ ഹരിപ്രിയ സ്വരസ സുരഭി പർണി തുളസി സരള. അപ്പോൾ ധാരാളം പേരുകളുണ്ട് തുളസിക്ക്, എത്രയോ ചോദിച്ചാൽ ശരി. ബേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ തുളസിയാണ്. കൃഷ്ണ തുളസി, രാമതുളസി, ലഘു തുളസി, ഒഴിഞ്ഞ തുളസി, കാട്ടു തുളസി, ബില്വഗന്ധ തുളസി, തുളസി വർഗ്ഗങ്ങളും ധാരാളം. അപ്പോൾ അതൊക്കെ കേട്ടു. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഗണേശൻ, അമ്മയാൻ ദുർഗ, രാധ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി ഏവം അഞ്ചത്രേ സൃഷ്ടികാലത്ത് ദേവിമാർ. ആ കഥയിലെ ഒടുക്കത്തെയാണ് സാവിത്രി. അപ്പോൾ ആ സാവിത്രിയെക്കുറിച്ച് പറയണം എന്ന് പറയുകയാണ്. നാരായണൻ പറഞ്ഞു, പണ്ട് മദ്രദേശത്തിൽ ഈ അശ്വപതി എന്ന ഒരു രാജാവ്, അദ്ദേഹത്തിന് കണ്ണ് കാണില്ല, മാലതി എന്നുള്ള പത്നി. അപ്പോൾ അവർക്ക് കുട്ടികളില്ല. വസിഷ്ഠ മഹർഷി സൂര്യവംശ രാജാവാണ്. അപ്പോൾ വസിഷ്ഠ മഹർഷിയാണ് ഗുരു. കുട്ടികളുണ്ടാവാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ സൂര്യനെ തപസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ സാവിത്രിയെ ഭജിക്കാനാണ് പറഞ്ഞത്. മാലതി കുറേ കാലം സാവിത്രിയെ ഭജിച്ചു, ഫലമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അശ്വതിക്ക് സങ്കടമായി. അശ്വതി അങ്ങനെ 100 വർഷം ഈ സാവിത്രി ദേവിയെ ഭജിച്ചു, എന്നിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. പക്ഷേ 100 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരു അശരീരി കേട്ടു. 10 ലക്ഷം ഗായത്രി ജപിച്ചാൽ ഫലം ഉണ്ടാവുന്നു. ഒരു ജന്മം കൊണ്ട് എങ്ങനെയാണ് നമുക്കൊക്കെ 10 ലക്ഷം ഗായത്രി ജപിക്കാൻ സാധിക്കുക? എളുപ്പമല്ല. ആകെ 27,000 ദിവസമാണ് നമ്മുടെയൊക്കെ ഒരു ആയുസ്. അതിൽ കുട്ടിക്കാലവും പോയി, വാർദ്ധക്യത്തിലും പോയി പറഞ്ഞില്ലേ. പിന്നെ എല്ലാ സമയത്തൊന്നും ഇപ്പോൾ സഹസ്രാവൃത്തിയൊന്നും ദിവസേന പതിവില്ലാത്തവരാണ് നമ്മളൊക്കെ. 3 സഹസ്രാവൃത്തി ഉണ്ടെങ്കിൽ തന്നെ സംഖ്യ തികയില്ല. 10 ലക്ഷം വേണ്ടേ? 27,000 ദിവസമല്ലേ നമുക്ക് ആകുള്ളൂ. അപ്പോൾ അത് അത്ര എളുപ്പമല്ല. അപ്പോൾ അനവധി ആൾക്കാരെ കൂട്ടിയിട്ട് ഒരു ഹോമോ പൂജയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏർപ്പാട് ചെയ്യുമ്പോൾ, ഒരു വലിയ സദസ്സിൽ വെച്ച് അനവധി ആൾക്കാർ ജപിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുമായിരിക്കും. അത്രയേ ഉള്ളൂ. ഏതായാലും 10 ലക്ഷം ഗായത്രി ജപിക്കണം. പിന്നെ അതിൻ്റെ ഒരു ഫലത്തെയൊക്കെ പറഞ്ഞു. അതായത് ഒരു ജപിച്ചു കഴിഞ്ഞാൽ പകലത്തെ പാപം തീരും. അപ്പോൾ 2 ജപിച്ചാലാണ് ഒരു ദിവസത്തെ പാപം തീരുള്ളൂ. 10 ഗായത്രി ജപിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ മുഴുവൻ ദിവസത്തെയും ഫലം പോകും. അപ്പോൾ നമ്മൾ എത്ര വേണം? 10 ഗായത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വേണം, ഉച്ചയ്ക്കും വേണം, വൈകുന്നേരവും വേണം. അങ്ങനെ 3 നേരവും 10 ഗായത്രി ജപിച്ചാലേ ഉള്ളൂ. അപ്പോൾ 12 വെച്ച് ജപിക്കുമ്പോൾ 36ആയി. അതേപോലെ 100, 108 വെച്ച് ജപിക്കുകയാണെന്ന് വെച്ചാൽ ഒരു മാസത്തെ തീരുന്നതാണ്. അപ്പോൾ അവിടെ 324ആയി. അപ്പോൾ ഇങ്ങനെയാണ്. സഹസ്രാവൃത്തിയും അതേപോലെ തന്നെയാണ്. രാവിലെ മാത്രം 1000 ജപിച്ചിട്ട് കാര്യമില്ല, 3 നേരം 1000 ജപിക്കണം എന്നാണ്. അതാണ് സഹസ്രാവൃത്തി. അതൊന്നും നമുക്ക് പറ്റാറുമില്ല, ആരോട്ട് ചെയ്യാറുമില്ല. സഹസ്രാവൃത്തി ചെയ്യണവരും രാവിലെ മാത്രം, അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരം അത്രയേ പതിവുള്ളൂ, അതിൽ കൂടുതൽ പതിവില്ല. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഫലം പറയുകയാണ്. 10 ലക്ഷം ജപിച്ചാലേ ഈ എല്ലാ ജന്മങ്ങളുടെയും മുജ്ജന്മ പാപങ്ങളും കൂടി തീരും. 1 ലക്ഷം ജപിച്ചാൽ ഈ ജന്മത്തെ പാപം തീരും. കോടി ജപിക്കണം, അല്ലെങ്കിൽ 10 കോടി ജപിക്കണം. ഇങ്ങനെയൊക്കെ അതിലെ മുക്തി കിട്ടുള്ളൂ എന്നാണ്. 14 കോടി എന്നൊക്കെ പറയാറുണ്ട്. എങ്ങനെയായാലും ഈ ഗായത്രി ജപിച്ചാൽ ഫലമുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ 108 ഗായത്രി എങ്കിലും ജപിക്കണമെന്നെല്ലാം പറയണു. ഇപ്പോൾ ഗായത്രി ജപിക്കാൻ വേണ്ടിയിട്ട് കണക്ക് പിടിക്കാനും അതേപോലെ ഈ വിരലുകൾ മറ്റേ പ്രത്യേകമായിട്ട് പിടിക്കാനും ഇതിനൊക്കെ ഒരു സ്വതേ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കയ്യിൻ്റെ വിരൽ ഇന്ന രീതിയിൽ പിടിക്കണം. അത് മോതിര വിരലിന് കുറച്ച് പ്രാധാന്യമുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. ഇങ്ങനെ 1 കോടി
ഗായത്രി ജപിച്ചു കഴിഞ്ഞാൽ സാവിത്രി നേരിട്ട് പ്രത്യക്ഷമാകും എന്നാണ്. ഇവിടെ ഈ ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത് ജപിക്കണത്. അപ്പോൾ ആ ഒരു ലക്ഷ്യം മനസ്സിലുണ്ടാവണം. അങ്ങനെ കാലത്ത് സൂര്യന്, ഉച്ചയ്ക്ക് പിതൃക്കൾക്ക്, വൈകിട്ട് അവനവന് എന്നുള്ള നിയമത്തോട് കൂടിയിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. കാലത്ത് നമ്മൾ 1000 ജപിക്കുന്നത് സൂര്യൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. ഉച്ചയ്ക്ക് 1000 ജപിക്കുന്നത് പിതൃപ്രീതിക്ക് വേണ്ടിയിട്ടാണ്. വൈകുന്നേരം 1000 ജപിക്കുന്നത് നമ്മുടെ ജീവൻ്റെ ശുദ്ധിക്കാണ്. അപ്പോൾ 3024 ജപിച്ചാലെയാണ് 1008 വരിക. അപ്പോൾ 3024 ജപിച്ചാലെയാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ എന്ന് സാരം. അതാണ്. ഇപ്പോൾ ഇവിടെ സൂര്യൻ എന്നുള്ളത് ഈ ദേവത എന്ന നിലയ്ക്കും, മറ്റത് പരമ്പര എന്ന നിലയ്ക്കും, പിന്നെ സ്വയം എന്ന നിലയ്ക്കും. അപ്പോൾ ഇതില്ലാതെ കൊണ്ട് നമുക്ക് ശുദ്ധി പറ്റില്ല എന്ന് സാരം. അതാണ്. സന്ധ്യ രാവിലെ എങ്ങനെയാ വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഒരു മുഹൂർത്തം മുന്നെങ്കിലും ഒക്കെ ജപിച്ച് തുടങ്ങണം. അങ്ങനെയാണ്. സൂര്യൻ ഉദിച്ച് വരുമ്പോഴേക്കും 1008 കഴിയണം എന്നൊക്കെയാണ് പറയുക. അതേപോലെ ഉച്ചയ്ക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് മുന്നേ ആയിട്ട് ഈ ജപം കഴിയണം. അതേപോലെ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ആയിട്ട് ജപം കഴിയണം. അസ്തമിക്കുന്നതോട് കൂടിയിട്ട് സമർപ്പിക്കണം. അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അതേപോലെ ഇതിൻ്റെ പ്രയോഗങ്ങൾ ധാരാളം ചെയ്യാം. ജപമായിട്ടും ഹോമമായിട്ടും അർച്ചനയായിട്ടും പൂജയായിട്ടും പ്രദക്ഷിണം, നമസ്കാരം, ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അത് ജപിച്ച് നമുക്ക് വേണ്ടിയിട്ട് തരുന്നവർക്ക് ദാനമായിട്ട് എന്താ വെച്ചാൽ കൊടുക്കുക. ധനോ, സ്വർണ്ണോ, രത്നോ, ഭൂമിയോ എന്തൊക്കെ വെച്ചാൽ കൊടുക്കുക. ഇങ്ങനെ നമ്മുടേതാക്കുക എന്ന് സാരം. ഇപ്പോൾ ഗായത്രി ജപിച്ചാലത്തെ ഫലമാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഈ നിയമാവലികൾ കുറച്ച് പറഞ്ഞു. രാവിലെ എണീക്കാതിരിക്കരുത്, ഉച്ചയ്ക്ക് പകൽ കിടന്നുറങ്ങരുത്, അതുപോലെ 3 നേരം കുളിക്കണം, 3 നേരം സന്ധ്യാവന്തനം ചെയ്യണം. ഇതൊക്കെ ചെയ്തില്ല വെച്ചാൽ മനുഷ്യന്മം കിട്ടിയെന്ന് പറയാൻ പറ്റില്ല എന്നാണ്. വിഷ്ണു മന്ത്രം ജപിക്കാത്തോൻ, ഏകാദശി നോൽക്കാത്തോൻ, ത്രിസന്ധ്യകളും ഇല്ലാത്ത ആൾ ഒക്കെ പെരുമ്പാവിന് തുല്യ എന്നാണ് പറയണം. അത്ര മോശം. ഇപ്പോൾ സ്വതേ ഇപ്പോൾ എല്ലാവരും അങ്ങനെയാവും എന്നാക്കി തോന്നണം. എല്ലാ ദിവസവും ഈ 3 ചെയ്യൽ സാധിക്കാറില്ല. അപ്പോൾ എല്ലാവരും കലികാലത്തിൽ അങ്ങനെയാണ്. മുഴുവനെ സാധിക്കില്ല. ആഹാരം സ്വീകരിക്കാതിരിക്കൽ വളരെ കുറവാണ്. ആഹാര, നീഹാര, നിദ്ര, വിഹാരങ്ങൾ എല്ലാ ദിവസവും ഉണ്ട്. പക്ഷേ ഉപാസന എല്ലാ ദിവസവും കൃത്യമായിട്ട് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇനി അതേപോലെ തന്നെ ഒരു കർമ്മ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ദേഹപുഷ്ടി, ദേഹത്തിനൊരു സ്വസ്ഥത, അതേപോലെ മനഃശുദ്ധി, മനസ്സിനൊരു സ്വസ്ഥത, അതൊക്കെ വേണേ. അപ്പോൾ അതിനുള്ള നിയമമായിട്ടാണ് പിന്നെ പറഞ്ഞത് ഈ കുളിയും ഭസ്മം, ചന്ദനം, കുങ്കുമം, പിന്നെ ഗണോദ്യമം ചെയ്യേണ്ട ചില കരിപ്രസാദം, മഞ്ഞൾ, ഇങ്ങനെയൊക്കെ കുറിയിടാറുണ്ട്. അപ്പോൾ കുറി ഇതൊക്കെ വേണം. രുദ്രാക്ഷമാല ധരിക്കുക, അങ്ങനെയല്ലേ. അതേപോലെ ഗണേശ, സൂര്യ, അഗ്നി, വിഷ്ണു, ശിവ, ദേവികളെ എല്ലാ ദിവസവും ഈ 3 നേരവും സ്മരിക്കണം. എന്തെങ്കിലും സൂക്തങ്ങളോ അല്ലെങ്കിൽ കീർത്തനങ്ങളോ ഈ സ്തുതി ശ്ലോകങ്ങളുണ്ടാവും, പുരാണങ്ങളിലൊക്കെ ഉണ്ടാവും. അതൊക്കെ ചൊല്ലിയിട്ടോ ഗായത്രി ചൊല്ലിയിട്ടോ ഒക്കെ സന്തോഷിപ്പിക്കുക. എന്നിട്ട് വേണം എന്തിന് പൂജയ്ക്കുള്ള അർഹത നേടാൻ. അതാ അത്രയും കൂടുതലുണ്ട് കേട്ടോ പ്രാധാന്യം. ഗണപതിക്ക് ചെയ്യുന്നത് വിഘ്നമില്ലാണ്ടാവാൻ. എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുമ്പോൾ അത് മുടങ്ങരുതല്ലോ. സൂര്യനെ ആശ്രയിക്കുന്നത് ആരോഗ്യം ഉണ്ടാവാൻ, അഗ്നിയെ ആശ്രയിക്കുന്നത് ശുദ്ധി കിട്ടാൻ വേണ്ടിയിട്ട്, വിഷ്ണുവിനെ ആഗ്രഹിക്കുന്നത് ശ്രീ ലഭിക്കാനായിട്ട്, ശിവനെ ആഗ്രഹിക്കുന്നത് ജ്ഞാനം കിട്ടാനായിട്ട്, സൂര്യനെ ആശ്രയിച്ചാലും ജ്ഞാനം കിട്ടും. അതേപോലെ ഈ ദേവികളെ, ഏത് ദേവിയായാലും വേണ്ടില്ല, അതൊക്കെ സിദ്ധി തരും എന്നർത്ഥം. അപ്പം ഇങ്ങനെ 3 സന്ധ്യയ്ക്കും ഇത് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനെന്ന് പറയുകയാണ്. അങ്ങനെ ഈ അശ്വപതി ദേവിയെ നല്ലോണം, ഗായത്രി ദേവിയെ നല്ലോണം സ്തുതിച്ചു. 1000 സൂര്യ
പ്രഭയോട് കൂടിയിട്ട് അമ്മ ദർശനം കൊടുത്തു എന്നാണ്. ആടയാഭരണങ്ങളൊക്കെ ചാർത്തിയിട്ട് വിധാവിൻ്റെ ബ്രഹ്മാവിൻ്റെ പത്നി എന്നുള്ള നിലയ്ക്ക്, സൂര്യൻ്റെ ശക്തി എന്ന നിലയ്ക്ക്, വേദങ്ങൾക്കൊക്കെ ആധാരം വേദശാസ്ത്രസ്വരൂപിണി പ്രണവാത്മികയാം വേദമാതാവിനെ നിനപ്പു ഞാൻ സ്മരിപ്പു ഞാൻ എന്നർത്ഥം. നമുക്ക് വേദമാതാവിനെ നമിപ്പു ഞാൻ എന്നാക്കിയാൽ മതി. അപ്പോൾ അത് നമസ്കാരമായിട്ട് മാറി. അങ്ങനെ 16 ഉപചാരത്തോട് കൂടിയിട്ട് പൂജിച്ചു എന്നാ. അർഘ്യം, പാദ്യം, ആചമനീയം, പിന്നെ പീഠം, ആസനം, അതുപോലെ കുളി, സ്നാനാദികൾ, പിന്നെ കുറിക്കൂട്ടുകൾ, ധൂപദീപങ്ങൾ, നൈവേദ്യം, താമ്പൂലം, ശീതളമായിട്ടുള്ള ജലം, ആടയാഭരണങ്ങളിൽ ഏറ്റവും മികച്ചത് എന്ന് സാരം. അത് സ്വർണ്ണമാലയായാലും പൂക്കളായിട്ടുള്ള മാലയായാലും ഒക്കെ. ജലഗന്ധ, പുഷ്പ, ധൂപ, ദീപ, നൈവേദ്യാദികൾ. അതേപോലെ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കാനുള്ളൊരു സ്ഥലം, മറ്റേ നല്ല തൂവലിൻ്റെ കിടക്ക അല്ലെങ്കിൽ പാലിൻ്റെ നുര അങ്ങനെയുള്ള കിടക്കയൊക്കെ കൊടുക്കണം. എന്നിട്ട് വീശി കൊടുത്ത് പഞ്ചാമരം കൊണ്ടൊക്കെ വീശി നന്നായിട്ട് ഉറക്കി വീണ്ടും ദാനമൊക്കെ കൊടുക്കുക. അതൊക്കെയാണ് 16 ഉപചാര പൂജ. അതിനെപ്പറ്റി വിസ്തരിച്ചൊന്ന് പറഞ്ഞു. ഓരോന്നും കൊടുക്കുന്നതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു. പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ അർഘ്യം, പാദ്യം, ആചമനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഘ്യം എന്നുള്ളത് ഇതൊക്കെ 3 പാനീയമാണ്. മധുപർക്കം ഇതൊക്കെ പാനീയ. തുളസി, അക്ഷതം, യവം, കുശ, എള്ള, കടുക്, കറുക ഇത് ചേർത്ത ഒരു പാനീയമാണ് അർഘ്യം. അതേപോലെ ചാമ, കറുക, തുളസി, താമര, വിഷ്ണുക്രാന്തി, ചന്ദനം ഇത് ചേർത്തായിട്ടുള്ളൊരു പാനീയമാണ് പാദ്യം. ജാതിക്ക, ഇലവങ്കം, ചക്കോലം ഇത് ചേർത്തതായിട്ടുള്ളൊരു പാനീയമാണ് ആചമനം. അതേപോലെ തൈര്, നെയ്യ്, തേന്, പഞ്ചാര അല്ലെങ്കിൽ കൽക്കണ്ടം എന്നർത്ഥം. നമ്മൾ ഉദ്ദേശിക്കുന്ന പഞ്ചാരയല്ല, അത് ചേർത്തതാണ് മധുവർക്കം എന്നത്. അപ്പം ഇങ്ങനെയൊക്കെ കൊടുക്കണം. ഓരോന്നും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പുണ്യം. ഇപ്പോൾ ജലത്തിൻ്റെ പറയുകയാണെന്ന് വെച്ചാൽ ജഗത്തിൻ ജീവൻ ആധാരം സ്വീകരിച്ചാലും അംബികേ ഇങ്ങനെയാണ്. നല്ല പോലെ തണുത്തുള്ള വെള്ളം ദാഹവിനാശനം, ജഗത്തിൻ ജീവനാധാരം സ്വീകരിച്ചാലും അംബികേ. അപ്പോൾ ഓരോന്ന് കൊടുക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ പഴവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കൊടുക്കണം. ഇതൊക്കെ നേദ്യമായിട്ടാണ് കൊടുക്കുക. ഒക്കെ മറ്റേ ഈ പൂജയുടെ ഇടയ്ക്ക് വരുന്നതായിട്ടുള്ള സമർപ്പണങ്ങളാണ്. ഉത്തരീയം, പൂണുനൂല് അങ്ങനെയല്ലേ. പ്രത്യേകമായിട്ട് എല്ലാം കൊടുക്കണമെന്ന് സാരം. സാവിത്രി ദേവിയുടെ മന്ത്രം ദശാക്ഷരി ഓം ശ്രീം ഹ്രീം ക്ലീം സാവിത്രൈ സ്വാഹ എന്നാണ്. ഓങ്കാരം കൂടി ചേർത്ത് 10 അക്ഷരം. ഓം ശ്രീം ഹ്രീം ക്ലീം സാവിത്രൈ സ്വാഹ ഇങ്ങനെയാണ് മന്ത്രം. അപ്പോൾ അങ്ങനെയാണ് ഹോമിക്കേണ്ടത്. ഈ മന്ത്രം ജപിച്ചാണ് ഹോമിക്കേണ്ടത്. പിന്നെ ഒരു സ്തുതിയെക്കുറിച്ച് പറഞ്ഞു. സച്ചിദാനന്ദരൂപേ മൂലപ്രകൃതിരൂപിണി ഹിരണ്യഗർഭസ്വരൂപേ പ്രസാദിക്കുക സുന്ദരി, തേജസ്വരൂപേ പരമേ പരമാനന്ദരൂപിണി ഭൂദേവവർഗസ്വരൂപേ പ്രസാദിക്കുക സുന്ദരി, നിത്യേ നിത്യപ്രിയേ ദേവേ നിത്യാനന്ദസ്വരൂപിണി, കനിഞ്ഞേടുക ചാർവങ്കി സർവമംഗളവിഗ്രഹേ, ദ്വിജന്മാർത്തൻ മന്ത്രസാരേ സർവരൂപേ പരാത്പരേ, സുഖദേ മോക്ഷദേ ദേവി കനിഞ്ഞേടുക സുന്ദരി, വിപ്രപാപ കൊടുങ്കാട് ചൂടും അഗ്നിശിഖോപമേ ബ്രഹ്മതേജപ്രഭേ ദേവി കനിഞ്ഞേടുക സുന്ദരി. ഇപ്പോൾ ഇവിടെ നമ്മുടെയൊക്കെ പാപങ്ങളെ മുഴുവൻ തീർക്കും. വിപ്രപാപ കൊടുങ്കാട് ചുടും അഗ്നിശിഖോപമേ. അപ്പോൾ അത് മുഴുവൻ പാപങ്ങളും ഇല്ലാണ്ടേക്കാൻ ഈ അമ്മയെ മതി. മനസ്സും ദേഹവും വാക്കും കൊണ്ടു ചെയ്യുന്ന പാതകം സർവസ്വവും ചാമ്പലാവും മർത്യർ നിന്നെ സ്മരിക്കുകിൽ. ഇങ്ങനെയാണ് സ്തുതിയുടെ ഫലം. ഇങ്ങനെ നന്നായിട്ട് വാഴ്ത്തി ആ സമയത്ത് ബ്രഹ്മലോകത്ത് നിന്ന് സാവിത്രി അവിടെ അശ്വപതി ഈ രാജാവിന് ദർശനം കൊടുത്തു. സാവിത്രിയെ അശ്വപതി കണ്ടു. എല്ലാ ഭീഷണങ്ങളും വരമായിട്ട് വാങ്ങി. അങ്ങനെ 10 ലക്ഷം ഗായത്രി 100 കൊല്ലം കൊണ്ട് ജപിച്ചു എന്നാണ്. ആ സ്തോത്രം ചൊല്ലി വഴിപോൽ ഭൂപൻ പൂജിച്ചു ദേവിയെ പ്രത്യക്ഷയായി തഥാ ദേവി സഹസ്രാർക്ക സമദ്യുതി. അപ്പോൾ അമ്മ വന്നു, ആദ്യം സ്തുതിച്ചു, നമസ്കരിച്ചു. മകനും മകളും
അങ്ങേക്ക് ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ സാവിത്രിയായിട്ട് പിറന്നു. സാവിത്രി എന്ന് തന്നെ പേരും ഇട്ടു. അങ്ങനെയാണ്. അങ്ങനെ അനുഗ്രഹമൊക്കെ കിട്ടി, വരമൊക്കെ കിട്ടി, പുത്രിയെ കിട്ടി. പുത്രി വളർന്നു. ക്രമേണയായിട്ട് വിവാഹപ്രായമായി. അങ്ങനെ 10 വയസ്സോ 11 വയസ്സോ ഇങ്ങനെ വെച്ചാൽ അങ്ങനെ ഒരു സമയത്തി കഴിഞ്ഞപ്പോൾ വിവാഹം കഴിച്ചു കൊടുത്തു മകളെ. അത് ഈ അമ്മയാണ്, സാവിത്രിയാണ് മകള്. ദ്യുമൽസേനൻ്റെ മകൻ സത്യവാൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സദ്ഗുണം സത്യവാനാണ്. അപ്പോൾ ആ സത്യവാനെ വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരബദ്ധം പറ്റി. സത്യവാൻ മരത്തിൽ കയറിയിട്ട് വിറകുണ്ടാക്കുക. ഇരിക്കണ കൊമ്പ് മുറിച്ചോ സംശയം. ഏതായാലും കൊമ്പും ആളും കൂടി താഴെ വീണു മരിച്ചു. അപ്പോൾ അന്തകൻ വന്നു സത്യവാനെ കൊണ്ടുപോവുക. അപ്പോൾ അന്തകനെ കണ്ടു സാവിത്രി. നമുക്ക് അന്തകനെ കാണാൻ പറ്റില്ല. ആ ജീവനെ കൊണ്ടുപോകുമ്പോൾ സാവിത്രി പിന്നാലെ വന്നു. ഇവിടെ ശരീരം ഇവിടെ കിടക്കുക സത്യവാൻ്റെ. സാവിത്രി പിന്നാലെ ശരീരത്തോട് കൂടിയിട്ടാണ് ചെന്നത്. എവിടേക്കാണ് ചോദിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ. എന്നാൽ ശരീരം അവിടെ ഉപേക്ഷിച്ചോളൂ, എന്നിട്ട് വരൂ എന്ന് പറഞ്ഞു. ശരീരം ഉപേക്ഷിച്ച് വരാനല്ലല്ലോ ഞാൻ അപ്പം ഇങ്ങനെ വരണേ, എനിക്കെൻ്റെ ഭർത്താവിനെ വേണം, തിരിച്ചു തരൂ അന്തകനോടെ. അന്തകനാകെ അന്തം വിട്ടു. ഇതെന്താ അത് ഇങ്ങനെ? അപ്പോൾ അന്തകൻ കണക്കാക്കി, ഇത് സാവിത്രി ദേവിയാണ്. ഈശ്വര, ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ, ആരാ മീതെ ആരാ താഴെ എന്നുള്ള മട്ടായി. മനുഷ്യ ശരീരം സ്വീകരിച്ചുകൊണ്ട് സാവിത്രിയാണ്. ഇവിടെ ദേവനാണ് ധർമ്മദേവൻ, നിയമം നടപ്പാക്കേണ്ട ആളാണ്. സത്യവാനെ കൊണ്ടുപോകാൻ സമയമായിരിക്കണോ, കൊടുക്കാൻ പറ്റില്ല, എന്താ ചെയ്യുക? അപ്പോൾ ധർമ്മരാജാവ് പറഞ്ഞു, ദേഹം ഉപേക്ഷിച്ച് വരിക നമുക്ക് ഒരുമിച്ചാണ് പോവാറുന്നു എന്ന് പറഞ്ഞു. അത് പറ്റില്ല പറഞ്ഞു. അപ്പോൾ നിയമം പറഞ്ഞു, കർമ്മം കൊണ്ടല്ലേ ജീവൻ ശരീരത്തെ സ്വീകരിക്കുന്നത്, കർമ്മം കൊണ്ടല്ലേ അത് നശിക്കും ചെയ്യുക. ഇപ്പോൾ കർമ്മം കൊണ്ട് ജനിക്കും, ഒപ്പം സുഖദുഃഖങ്ങൾ അനുഭവിക്കും. പിന്നെ കർമ്മത്തിനനുസരിച്ച് എപ്പോഴാണ് സമയം പറഞ്ഞു വെച്ചാൽ അപ്പോൾ നശിക്കും. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പതിവ്, കർമ്മമല്ലേ മുഴുവൻ എന്നൊക്കെ ചോദിച്ചു. പിന്നെ കർമ്മം കൊണ്ടല്ലേ രാജാവുക, മനു ആവുക. ഇപ്പോൾ ഇയാൾ പൊട്ടനാണല്ലോ, അപ്പോൾ പൊട്ടനായതും. അതേപോലെ ദേവൻ, ഗണപതി തൊട്ടുള്ള ഓരോരുത്തരും, അതേപോലെ തപസ് ചെയ്യുന്നവർ, പിന്നെ ചക്രവർത്തിയാവുന്നത്, ധനികനായിട്ടുള്ള വൈശ്യനാവുന്നത്, അതേപോലെ ചീത്ത കർമ്മങ്ങൾ ചെയ്യുന്ന മറ്റേ ഈ കാട്ടുവാസി ഇല്ലേ, എന്താണെന്ന് പറയുക, കാട്ടാളൻ, അതുപോലെ രാക്ഷസൻ, യക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള. അതുപോലെ മരമായിട്ട് തീരുക, പിന്നെ പശുവർഗ്ഗങ്ങളായിട്ട് തീരുക. ഇതൊക്കെ കർമ്മം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. കർമ്മശുദ്ധി വരുന്നവരെ ഇങ്ങനെ സംസാരിക്കുക അത്രയേ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചീത്ത ചെയ്തു വെച്ചാൽ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകും, നല്ലത് ചെയ്തു വെച്ചാൽ നേരെ മണിദ്വീപത്തിലേക്ക് എത്തും. ഇതിപ്പോൾ ഇനി എന്താ പറയാനുള്ളത് ചോദിച്ചു. അപ്പോൾ സാവിത്രി യമനെ നന്നായിട്ടൊന്നാ സ്തുതിച്ചു. അങ്ങാണ് എല്ലാം, ബുദ്ധിയും ജ്ഞാനവും പ്രാണനും ഇന്ദ്രിയങ്ങളും ഒക്കെ വേണ്ട രീതിയിൽ കൊടുക്കുക, പ്രവർത്തിപ്പിക്കുക ഒക്കെ ചെയ്യണത് അങ്ങാ. ഈ ജീവനും പരമാത്മാവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ഒക്കെ അങ്ങാണ് എന്ന് വെച്ചാൽ അവിടെ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ടാണ് ധർമ്മദേവനെ. അത് ശരിയാണ്. ഇനി അപ്പോൾ ധർമ്മദേവൻ പറഞ്ഞു, വേദോക്തം കർമ്മം, അത് അതിനെ ധാർമ്മിക കർമ്മങ്ങളെ കർമ്മം എന്ന് പറയും. അതാണ് ശുഭകർമ്മം. ബാക്കിയുള്ളതൊക്കെ ഈ കുകർമ്മം, അകർമ്മം, വികർമ്മം ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണേ. സത്കർമ്മം, സ്വകർമ്മം ഇത് ചെയ്യണം. ഇത് ചെയ്താലേ മുക്തി കിട്ടുള്ളൂ എന്ന് വെച്ചാൽ അവിടെ സത്യവാൻ അത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടി നിൽക്കുക. സത്യവാനാണ്. അതുകൊണ്ട് ആണ് ഈ സാവിത്രിയെ ഭാര്യയായിട്ട് കിട്ടിയതും. അപ്പം അത് ധർമ്മനെ അറിയാം, എന്നാലും ശരി അത് മിണ്ടിയില്ല. ജീവാത്മാവും പരമാത്മാവും. ജീവാത്മാവ് സാധാരണ 2 തരത്തിലാണ് ഭജിക്കുക. അതൊന്ന് നിർഗുണഭക്തിയാണ്, അത് സാധാരണ എല്ലാവർക്കും കിട്ടില്ല. പിന്നെ സഗുണഭക്തിയാണ്, അതിൽ 81 തരമുണ്ട്. അത് ഏതാ ചെയ്യുക വെച്ചാൽ അതിനനുസരിച്ചാണ് കർമ്മമൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞു. കർമ്മങ്ങൾ മുഴുവൻ മനഃശുദ്ധിക്ക്, ദേഹശുദ്ധിക്ക്, സംഘശുദ്ധിക്ക്, ധനം സമ്പാദ്യം എന്നുള്ള നിലയ്ക്കുള്ള ശുദ്ധിക്ക്, ആഹാരശുദ്ധി, ലക്ഷ്യശുദ്ധി, കുലം പരമ്പര അതൊക്കെ ശുദ്ധാവണം, വിദ്യ ശുദ്ധാവണം, വിവാഹം ശുദ്ധാവണം, മക്കളെ ശുദ്ധാവണം, ജീവിതം ശുദ്ധാവണം, അങ്ങനെ പലതും ഉണ്ടേ. ലക്ഷ്യങ്ങൾ അങ്ങനെയാണ്. നല്ല ആഹാരം കഴിച്ചാലേ പ്രാണനൊക്കെ ശുദ്ധാവുള്ളൂ. സപ്തധാതു ശുദ്ധി വരണിച്ചാൽ അങ്ങനെയൊക്കെ വേണം. കർമ്മം ചെയ്യുന്നത് ദേഹമാണ്. അപ്പോൾ അത് ചെയ്യിക്കുന്നതാണെന്ന് വെച്ചാൽ ദേഹിയാണ്.
ജീവൻ ഇങ്ങനെ ചെയ്യിക്കുകയാണ്. അപ്പം അതിൻ്റെ ഫലം കിട്ടുന്നതും അനുഭവിക്കുന്നതൊക്കെ ഈശ്വരൻ അനുഭവിപ്പിക്കുകയാണ് ഈ സുഖദുഃഖങ്ങൾ അത് ശരീരത്തിനെ കൊണ്ട്. അപ്പോൾ നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞാൽ അനാത്മ വിവേകം താൻ ജ്ഞാനം, ഇത് ബുദ്ധി കൊണ്ട് വിശദീകരിച്ച് അറിയണം എന്നർത്ഥം. പൊന്നില്ലാണ്ട് സ്വർണ്ണമില്ലാതെ കണ്ട് മറ്റേ പണ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല, മണ്ണില്ലാതെ കണ്ട് കുടവക്കാലോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതേപോലെ ജ്ഞാനമില്ലാതെ കണ്ട് മുക്തി കിട്ടൽ എളുപ്പമല്ല. അപ്പം അതുകൊണ്ട് ജ്ഞാനം സമ്പാദിക്കണം, എന്നാലേ ഈ കർമ്മത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുള്ളൂ. ഈശാംശമാം ജ്ഞാനഭേദം മനസ്സെന്നതുമോർക്ക നീ. അതാണ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എന്താണോ നേടേണ്ടത് അത് ബുദ്ധി കൊണ്ട് വിശദീകരിച്ച് വിശകലനം ചെയ്ത് അതേ നേടാവൂ, ബാക്കിയുള്ളതൊക്കെ അബദ്ധമായിട്ട് വരും. അപ്പോൾ ഇതൊരു ഈശ്വരാംശമാണ്. ഈ മനസ്സേ, മനോബുദ്ധിര അഹങ്കാര ചിത്തം, അതൊരു ഈശ്വരാംശ. അത് നമ്മളെ ജീവൻ എപ്പോഴും കൊണ്ടുപോകും. ശരീരമൊന്നും വേണ്ട അതിന്, കാരണശരീരത്തിലും ഈ ജീവനുണ്ട്. അപ്പോൾ പരാപരം നിർഗുണവും സർവവ്യാപകമായതും കാരണാത്മാവുമാം ബ്രഹ്മം പരമാത്മാവ് എന്ന് അറിയുക തന്നെ വേണം. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. പുണ്യപാപങ്ങൾ ജീവനും സുഖദുഃഖങ്ങൾ ദേഹത്തിനുമാണ്. ഇതൊക്കെ കർമ്മഫലമായിട്ടാണ് വരണതെന്ന് പറഞ്ഞപ്പോൾ സാവിത്രി കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. ഏതൊക്കെ കർമ്മം ചെയ്താലാ ഏതേത് ശരീരം കിട്ടുക? ഇപ്പം ഈ രോഗിയായിട്ടും യോഗിയായിട്ടും ഭോഗിയായിട്ടും ഒക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ അല്പായുസ്, ദീർഘായുസ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്താ? അതേപോലെ സുഖം അനുഭവിക്കുക, ദുഃഖം അനുഭവിക്കുക, അത് രണ്ടുപേരെയും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അംഗവൈകല്യം വരുന്നുണ്ട്. അതേപോലെ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടനായിട്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന അങ്ങനെ പലരുമുണ്ട്. ചിലർ തപസ് ചെയ്യുന്നവർ അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്താ? അതൊക്കെ ഒന്ന് പറഞ്ഞു തരൂ. ഏതേത് പാപകർമ്മങ്ങൾ ചെയ്താലാ ഏതേത് നരകത്തിലേക്ക് എത്തുക എന്നൊക്കെ ചോദിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിസ്തരിച്ച് നരകങ്ങളെക്കുറിച്ച് പറയുകയാണ്. 5-8 അധ്യായങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വർഗ്ഗം എങ്ങനെയാണ് കിട്ടുക, നരകം എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെയാണ് ചോദിച്ചത്. സാവിത്രി സാധാരണ മനുഷ്യ സ്ത്രീ അല്ല എന്നുള്ളത് ധർമ്മന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ജീവകർമ്മ വിഭാഗത്തെ പറ്റിയാണ് അപ്പോൾ ഈ ചോദിച്ചു നോക്കാം. അപ്പോൾ 12 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 11 വയസ്സ് കഴിഞ്ഞ് 12 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും ജ്ഞാനം ഉണ്ടായിച്ചാൽ പിന്നെ എന്തിനാണ് ഞാൻ പറഞ്ഞു തരണമെന്നാണ് ചോദ്യം. സാവിത്രിയുടെ വരദാനം കൊണ്ടാണ് അശ്വതിക്ക് സാവിത്രിയായിട്ട് അവിടുന്ന് ഉണ്ടായത്. അതുകൊണ്ട് സാവിത്രിയാണ് അങ്ങ്. ധർമ്മരാജാവ് സാവിത്രിയോട് പറയുക. അപ്പോൾ സത്യവാന് സാവിത്രി എന്ന നിലയ്ക്ക് കുറേ പതിപത്നിമാരെ പറഞ്ഞു. വിഷ്ണു, ലക്ഷ്മി, പാർവതി, ശിവൻ, ഗൗതമൻ, അഹല്യ, അങ്ങനല്ലേ, ശചീദേവി, മഹേന്ദ്രൻ, ഇങ്ങനെ എല്ലാ സുഖത്തിലും അനുഭവിക്കാനുള്ളതാണല്ലോ പതി-പത്നി ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലോ എന്നാണ് പറഞ്ഞതേ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, അത് കിട്ടിയില്ല. കാരണം ഇവിടെ ജീവൻ പോയി. നന്നായിട്ട് തന്നെ സുഖിച്ച് ഈ ഭൂമിയിൽ വസിച്ചോളൂ, വാണാലും ഭാഗ്യമേറുന്ന ഈ സത്യവാൻ തൻ്റെ പത്നിയായി എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. പക്ഷേ ജീവൻ തിരിച്ചു കൊടുത്തു എന്നർത്ഥം. അപ്പോൾ അത് പോരാന്നാ സാവിത്രി പറയുകയാണെങ്കിൽ, അത് പോരാ. എന്താ വേണ്ടത്? ഇനി എന്താ വരം വേണ്ടത് അത് തരാമെന്നും പറഞ്ഞു ധർമ്മദേവനെ. വരിച്ചാലും മഹാഭാഗ്യെ തരാം നിൻ ഹിതമൊക്കെയും. ഈ ജ്ഞാനം ഉണ്ടാകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് 100 പുത്രന്മാർ ജനിക്കണം. പിന്നെ 100 മക്കൾ ജനിക്കണം വെച്ചാൽ എത്ര കാലം വേണം? അതേപോലെ എൻ്റെ അച്ഛന് മക്കളില്ല, ആൺകുട്ടികളില്ല. ഞാനൊരു പെണ്ണ് മാത്രമേ ഉള്ളൂ, കണ്ണും കാണില്ല. അപ്പോൾ അച്ഛന് 100 മക്കൾ വേണം, കാഴ്ചയും കിട്ടണം. പിന്നെ നല്ല ഭാഗ്യത്തോട് കൂടിയിട്ട് ജീവിക്കാൻ സാധിക്കണം. അത് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും മകനെ കിട്ടണം എന്ന് വെച്ചാൽ അത് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ 1,00,000 വർഷം സത്യവാനുമൊത്ത് എനിക്ക് ഈ ഭൂമിയിൽ വസിക്കണം, എന്നിട്ട് വിഷ്ണു ലോകത്തിലെത്തണം. അതിന് എന്നെ അനുഗ്രഹിക്കണം എന്നാ, സംസാരം തീരണം. അപ്പോൾ ധർമ്മരാജാവ് ഈ പറഞ്ഞതൊക്കെ ശരി എന്ന് പറഞ്ഞു. തഥാസ്തു. എന്തായാലും ഇങ്ങനെയൊരു ജന്മം ഭാരതത്തിൽ കിട്ടിയത് അവിടുത്തെ ഭാഗ്യമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നും സുഖം കിട്ടുമാറാകട്ടെ, നരകത്തിലേക്ക് പോണ്ടി വരില്ല എന്നും അനുഗ്രഹിച്ചു എന്നാ.
ഗുണകർമ്മങ്ങൾ, ശുഭകർമ്മങ്ങൾ, സാത്വിക കർമ്മങ്ങൾ, പരോപകാര കർമ്മങ്ങൾ, അങ്ങനെ കർമ്മബന്ധം കൊണ്ട് തന്നെ മുക്തി കിട്ടും. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ മുക്തി കിട്ടില്ല എന്നാണ് പറയുക. പക്ഷേ ഈ കർമ്മം കൊണ്ട് ഇത് കർമ്മയോഗമായിട്ട് വരും. അതുകൊണ്ട് കർമ്മയോഗം ഒരു മുക്തി മാർഗ്ഗമാണ്. ഇപ്പോൾ ദുഷ്കർമ്മം ചെയ്യരുത്, രോഗിയായിട്ടും അതേപോലെ ഈ നരകമൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നെല്ലാം പറഞ്ഞു. പിന്നെ സാമാന്യമായിട്ടുള്ള ഈ ധർമ്മങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം ഈ ഭൂമിയിൽ മനുഷ്യജന്മം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ മനുഷ്യജന്മം കിട്ടിയിട്ടും അതിനെ ഉപയോഗിച്ചില്ല വെച്ചാൽ അത് വലിയ നഷ്ടമാണ്. മനുഷ്യനാവുക, ബ്രാഹ്മണനാവുക, പിന്നെ ബ്രഹ്മജ്ഞാനം ലഭിക്കുക, നിഷ്കാമിയാവുക, ഇതൊക്കെ വലിയ മഹാഭാഗ്യ, എളുപ്പമല്ല. ഇവിടെ ഇപ്പോൾ സാവിത്രി സ്വതേ പറഞ്ഞാൽ ബ്രാഹ്മണനല്ലെങ്കിലും ക്ഷത്രിയനാണെങ്കിലും ജ്ഞാനം കിട്ടിയത് കൊണ്ട് ആ ഒരു അവസ്ഥയിൽ എത്തിയിറക്കണം. ബ്രാഹ്മണനെക്കുറിച്ച് പറയുന്നുണ്ട്, ജന്മനാ ജായതേ ശൂദ്ര, പിന്നെ അതിന് ശേഷം ദ്വിജനാവും, പൂണൂലക്കെട്ട്, പിന്നെ വിപ്രനാവും, കുറേശ്ശെ പഠിക്കുക, പ്രയോഗിക്കുക, അന്യരെ സഹായിക്കുക, ഇങ്ങനെയൊക്കെ അന്യരെ രക്ഷപ്പെടുത്തുക, പിന്നെ ബ്രഹ്മചാരിയാവും എന്നുവെച്ചാൽ പഠിക്കുന്ന അർത്ഥം. വൈദികനാവും, പഠിച്ചതൊക്കെ കുറേശ്ശെ പറഞ്ഞു കൊടുക്കുക, പിന്നെ പുരോഹിതനാവും, കർമ്മങ്ങളൊക്കെ ചെയ്യിക്കുക, ശ്രോത്രികൻ, ഈ ഉപരിവിദ്യാഭ്യാസങ്ങളൊക്കെ പഠിപ്പിക്കുക, അങ്ങനെയല്ലേ. പിന്നെ അതിനെക്കുറിച്ച് മനനം ചെയ്യാൻ മുനിയാവും, പിന്നെ ഋഷി, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക, അങ്ങനെ ഋഷി, പിന്നെ ബ്രാഹ്മണനാവും, ബ്രഹ്മവിത്തമനാവും, ബ്രഹ്മഋഷി, അങ്ങനെ ഒരു ക്രമം പറയുന്നുണ്ട്. എന്ന കൂട്ടത്തിലൊക്കെ ഇപ്പോൾ ഈ സാവിത്രി എത്തിയെന്നു എന്നാ. സാധാരണഗതിയിൽ എല്ലാവരും കൃഷ്ണ ഭക്തന്മാരാവും. രണ്ട് കൈയുള്ള കൃഷ്ണ ഭക്തന്മാരാണ് എല്ലാവരും സാധാരണ. വിഷ്ണു ഭക്തന്മാർ 4 കൈയുള്ള വിഷ്ണുവിനെ ഭജിക്കുന്നത്, വൈകുണ്ഠത്തിലെ വിഷ്ണുവിനെ ലക്ഷ്മിയോടൊത്ത്, മറ്റ് രാധാകൃഷ്ണന്മാരെ, രുക്മിണീകൃഷ്ണന്മാരെ ഭജിക്കുന്നവർ. ഇങ്ങനെ തപസ്സോട് കൂടിയിട്ട് ഈ വിഷ്ണുവിനെയും കൃഷ്ണനെയും അതേപോലെ മൂലപ്രകൃതി ദേവി, ഭുവനേശ്വരി എന്നോ മണിദ്വീപത്തിലിരിക്കുന്ന അമ്മ എന്നോ മഹാദേവി എന്നോ എന്തായാലും അങ്ങനെ സ്ഥിരമായിട്ട് ഭജിക്കുകയാണെങ്കിൽ, നമ്മൾ സാധാരണ എങ്ങനെയാണ് പറയുക വെച്ചാൽ ഗണപതി, പിന്നെ ശൈവം, വൈഷ്ണവം, ശാക്തേയം, ശിവനും വിഷ്ണുവും ഭഗവതി, പിന്നെ സൂര്യനും, പിന്നെ അഗ്നി, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു നിയമം. അങ്ങനെ ചെയ്തവർക്ക് മുക്തി കിട്ടുന്ന, പിന്നെ ജന്മം വേണ്ടി വരില്ല. ഇതൊക്കെ ബ്രാഹ്മണ സമ്പ്രദായത്തിൽ ജീവിക്കുന്നവർക്ക് പറയുന്നതായിട്ടുള്ള നിയമങ്ങളാണ്. സ്വന്തം ധർമ്മം വിടരുത്, പാപം ചെയ്യരുത്. സ്വധർമ്മം ഇനിയിപ്പോൾ അത് എന്ത് തടസ്സങ്ങളുണ്ടായാലും ചെയ്യാമെന്ന്. അപ്പോൾ കുളിക്കാൻ പറ്റിയില്ല, പക്ഷേ ഗായത്രി മുടക്കരുതെന്നാണ്. സ്നാനം പഞ്ചവിധം പ്രോക്തം, തളിച്ചാൽ മതി എന്നാ, അത്രയ്ക്കുണ്ട്. വെള്ളം തളിച്ചിട്ട്, വെള്ളം നനയാൻ പാടില്ലാത്ത ശരീരമാണെന്ന് കൂട്ടുക. ഇപ്പോൾ വെള്ളം തളിച്ച് കഴിഞ്ഞാൽ തളിക്കുന്നതിനും ഉണ്ടല്ലോ ഒരു എത്ര വേണമെച്ചാൽ വെള്ളത്തിനെ കുറയ്ക്കാൻ പറ്റും. അപ്പം അങ്ങനെ കുറച്ച് തളിച്ചിട്ട് മനനം ചെയ്യാം, 10 ഗായത്രിയെങ്കിലും മനനം ചെയ്യാം. അതേപോലെ കയ്യിൽ കൂടുതൽ മുതലുണ്ട് വെച്ചാൽ അതിങ്ങനെ സൂക്ഷിക്കണ്ട, ഉള്ള മുതലൊക്കെ അതിനെ ദാനം ചെയ്യുക. നാമം ദാനം വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് കലികാലത്തിൽ. അതേപോലെ ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിച്ച് നിഷ്കാമനാവുക. അങ്ങനത്തെവർക്ക് ഈ ഇത് കിട്ടും, മുക്തി കിട്ടും. 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയേണ്ടത്. ഇഷ്ടാപൂർത്തങ്ങൾ, ഇഷ്ടി എന്നുള്ളത് ദേവതാ സംബന്ധം, പൂർത്തം എന്നുള്ളത് മനുഷ്യ അല്ലെങ്കിൽ ജന്തു ലോകത്തിന് ചെയ്തു കൊടുക്കുന്നത്. അഗ്നിഹോത്രം, തപസ്സത്യം, വേദാന്തം ചൈവ സാധനം, ആതിഥ്യം വൈശ്വദേവം ച ഇഷ്ടം ഇത്യഭിധീയതേ. അപ്പോൾ അഗ്നിഹോത്രാദി കാര്യങ്ങൾ, തപസ്, അതേപോലെ സത്യവാനാവണം, വേദത്തെ പ്രയോഗിക്കണം, വേദം പറഞ്ഞാൽ ചെയ്യാവൂന്നർത്ഥം. അതുപോലെ പഞ്ചയജ്ഞങ്ങൾ ചെയ്യണം, ദേവഋഷി പിതൃ കടങ്ങളൊക്കെ തീർക്കുക, തിര്യജാതികൾക്ക് കൊടുക്കുക, അതിഥികൾക്ക് കൊടുക്കുക, വൈശ്വദേവം ഹോമാദികളൊക്കെ ചെയ്യുക. അപ്പോൾ ബ്രാഹ്മണർക്ക് പ്രത്യേകമായിട്ട് വേണം, ദീനർക്ക്, കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, അങ്ങനെയൊക്കെ ആവശ്യം വേണ്ടവർക്ക് എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ കൊടുക്കണം എന്നർത്ഥം. ഓരോരുത്തർക്ക് ഓരോന്നാണ് വേണ്ടി വരിക, അതൊക്കെ കൊടുക്കണം, അങ്ങനെയാണ്. പിന്നെ ദാനം ചെയ്യുന്നതിൻ്റെ ചില ഫലങ്ങൾ, പാലോ നെയ്യോ വെള്ളിയോ സ്വർണ്ണോ വെള്ളമോ അല്ലെങ്കിൽ പഴങ്ങളോ വസ്ത്രം, അതുപോലെ സ്വർണം, രത്നം, ഇങ്ങനെയുള്ളതൊക്കെ, പശു, അങ്ങനല്ലേ,
എന്തൊക്കെയാ വെച്ചാൽ ഭൂമി ദാനം ചെയ്യാം, കന്യകളെ ദാനം ചെയ്യാം, ഗൃഹം ദാനം ചെയ്യാം, ക്ഷേത്രം നിർമ്മിക്കാം, സത്രം നിർമ്മിക്കാം, പിന്നെ കിണർ, കുളം, തടാകം, അതാണ് പൂർത്തം. വാപീകൂപ തടാകാനി ദേവായതനാനി ച അന്നപ്രധാനമർത്ഥിഭ്യ പൂർത്തം ഇത്യഭിധീയതേ. അപ്പോൾ കിണർ, കുളം, തടാകം, ജലാശയങ്ങൾ, ശുദ്ധജലാശയങ്ങൾ, അതേപോലെ സത്രങ്ങൾ, അവിടെ ധാരാളം മരങ്ങൾ വഴിവെക്കിലൊക്കെ വെച്ച് പിടിപ്പിക്കുക, അന്നദാനം ചെയ്യുക, ആവശ്യക്കാർക്ക് എന്താ വേണ്ടത് വെച്ചാൽ അതൊക്കെ കൊടുക്കുക, അന്നായാലും വെള്ളമായാലും ഒക്കെ, ധനമായാലും എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ ഈ പൂർത്തത്തിൽ പെടും. ഇങ്ങനെ പ്രത്യേകം ചില വൃക്ഷങ്ങൾ, ആല്, തുളസി, കൂവളം, ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഫലം. അതുപോലെ വഴികളുണ്ടാക്കി കൊടുക്കുക, ഒക്കെ വലിയ ഗുണമാണ്. ഇങ്ങനെ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലോകോപകാരമായിട്ട്, ലോകഹിതമായിട്ട്, അതേപോലെ അവനവനും സുഖം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സ്വയം സന്തോഷം ഉണ്ടാവണമെന്നാണ്. ലോകത്തിന് മുഴുവൻ ഹിതാവണം, ലോകത്തിലെല്ലാവർക്കും സന്തോഷമാവണം. അയാൾ അത് പണി ചെയ്തു കേട്ടോ, അതെനിക്ക് ഉപകാരമായി എന്ന് തോന്നണം. അപ്പം അങ്ങനെ കർമ്മം ചെയ്തു വെച്ചാൽ അതിൻ്റെ ഫലം ഭുജിച്ച് തന്നെ തീരണം എന്നാണ്. അപ്പം ഇങ്ങനെ ജന്മത്തെ ഉപയോഗിക്കാൻ സാധിക്കും, ശുദ്ധി നേടാൻ സാധിക്കും, മനഃശുദ്ധിയും കിട്ടും, ദേഹശുദ്ധിയും കിട്ടും. ജീവന് ഈ ശുദ്ധി കിട്ടിയാലാണ് മുക്തി കിട്ടുക. അപ്പോൾ അതിന് ഒരു കാരണവശാലും നമ്മൾ കർമ്മം ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്, കർമ്മം ചെയ്യുകയാണ് വേണ്ടത്. 24 മണിക്കൂറും കർമ്മം ചെയ്യുക. നമുക്ക് സ്വതവേ കുറച്ചൊരു ഭാഗ്യമുണ്ട്. ഭാരതത്തിൽ ജനിച്ചു, ബ്രാഹ്മണനായിട്ട്, ചില ഭക്തനായിട്ട് ഭാഗവതമൊക്കെ വായിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുക, അതൊക്കെ വലിയ ഭാഗ്യമാണ്. അവർക്ക് ഈ വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ സത്യലോകത്തിലോ മണിദ്വീപത്തിലോ ഗോലോകത്തിലോ ഒക്കെ എത്തിച്ചേരാൻ സാധിക്കും. അന്നദാനം മഹാദാനം ചെയ്തുകൊണ്ട് തന്നെ വളരെയധികം രക്ഷ കിട്ടുകയും ചെയ്യുമെന്നാണ്. ദാനത്തിനെ പറ്റിയിട്ട് വളരെ വിസ്തരിച്ച് തന്നെ ഒരു അധ്യായം മുഴുവൻ അതാ പറയണം. 140 ശ്ലോകങ്ങളുള്ള ഒരു അധ്യായം. വസ്ത്രദാനഫലം രാജ്യം പാതുകാനാം തുവാഹനം താമ്പൂലം ശ്രിയമാപ്നോതി അന്നദാന ഫലത്രയം. അങ്ങനെയാണ്. അപ്പോൾ വസ്ത്രം കൊടുക്കുക എന്നുള്ളത് നമ്മൾ സാധാരണഗതിയിൽ വസ്ത്രമില്ലാതെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വസ്ത്രം കൊടുക്കാം, അത് ഭൂമി കൊടുത്തതിന് തുല്യ. ചെരുപ്പ് കൊടുക്കാം, അത് വാഹനം കൊടുത്തതിന് തുല്യ. അപ്പോൾ ചെരുപ്പ്, കൊട, വസ്ത്രം, ഇതൊക്കെ വലിയ ഉപയുക്തങ്ങളാണ്. അതേപോലെ അരി, പച്ചക്കറി, ഇതൊക്കെ ദാനം ചെയ്യാം. പഴം, എന്തിനാ മരുന്ന് വരെ ദാനം ചെയ്യാമെന്നാണ്. പക്ഷെ അത് മരുന്ന് നേരിട്ട് കൊടുക്കാൻ പാടില്ല. വൈദ്യന്മാർ പറയും ആൾക്ക് ഇന്ന മരുന്ന് വേണം അതിനുള്ളത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. അത് സാധാരണക്കാർ നമ്മൾ കൊടുക്കാറില്ല. അതിൻ്റേതായ ചില വിഭാഗങ്ങളുണ്ട്. വെച്ചാൽ ഈ ധാരാളം ധനം, കൂടുതൽ ധനം വെച്ചുള്ള ആൾക്കാരോട് വൈദ്യന്മാരോട് അവരോടാ പറയുക, ഇത്ര ധനം ഇതപ്പോൾ ഈ ഒരാവശ്യത്തിന് വേണം, തരുമെന്ന് പറഞ്ഞാൽ കൊടുക്കുകയും ചെയ്യും. അതാണ് അതിന് നീക്കിവെപ്പുണ്ട്. അങ്ങനെയാണ്. ഇനി ദാനത്തിൻ്റെ മറ്റൊരു വലിയ ഇതാണ് സാളഗ്രാമം, അതുപോലെ ശിവലിംഗം, ഇതൊക്കെ വളരെ രത്നങ്ങൾ, ആന, ഇതൊക്കെ ദാനം ചെയ്യണവരുണ്ട്. അതൊന്നും ഇപ്പം ഇല്ല കേട്ടോ. ഈ കാലത്ത് അങ്ങനെയൊന്നും സാധാരണഗതിയിൽ സംഭവിക്കില്ല. അതുപോലെ കന്യക ദാനം ചെയ്യുക. കന്യാദാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിവാഹം നടത്തി കൊടുക്കലല്ല, അതല്ലാതെ കണ്ട് ചില കന്യാദാനങ്ങളുണ്ട്. ഒരു യാഗം ചെയ്തു വെച്ചാൽ യജമാനന് സന്തോഷമായിട്ട് സ്വന്തം മകളെ വിവാഹം ചെയ്ത് കൊടുക്കുക. യജമാനൻ ഈ ഹോതാവിന്, മുഖ്യ ഹോതാവിന് യജമാനൻ സന്തോഷത്തോട് കൂടിയിട്ട് തൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുക. ബ്രാഹ്മണർക്ക് കന്യകളെ, ഇപ്പോൾ 10 കുട്ടികളുടെ പെൺകുട്ടികളെ വെച്ചാൽ 10 കുട്ടികളെ ഈ ബ്രാഹ്മണന് ദാനം ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബ്രാഹ്മണന് ആദ്യത്തെ ഭാര്യ ഉണ്ടാവും, ബ്രാഹ്മണ പത്നിയായിട്ടുണ്ടാവും. ഇതിപ്പോൾ 2ാമത്തെ ഭാര്യയായിട്ടാണ് വരിക. അല്ലെങ്കിൽ എത്രാമത്തെ ഭാര്യ എന്നുള്ളത് നോക്കണ്ട. അത് അങ്ങനെയൊക്കെ, അങ്ങനെ നിയമം അന്ന് പണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെയില്ല, ഇന്നില്ല. അതേപോലെ പല്ലക്ക്, അത് മഞ്ചൽ, പല്ലക്ക്, രഥം, അതൊക്കെ ഈ ചെരുപ്പ്, വാഹനം, ഇതൊക്കെ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. കൊട, പിന്നെ ഈ ദീർഘായുസ് കിട്ടാൻ വേണ്ടിയിട്ട്
അരി തൊട്ടുള്ള ധാന്യങ്ങൾ, അരി, പച്ചക്കറി, ഇങ്ങനെയല്ലേ, പഞ്ചാര, പല പല വ്യഞ്ജനങ്ങൾ, ഇതൊക്കെ കൊടുക്കാം. ഇതൊക്കെ കൊടുക്കുന്നവരൊന്നും ഉണ്ട്, ധാരാളമുണ്ട്. അതേപോലെ നാമം ജപിക്കുക. അമ്പലത്തിൽ പോയിട്ട് ഇത്ര നാമം ജപിക്കുക, വീട്ടിലിരുന്നിട്ട് ഇത്ര നാമം ജപിക്കുക, സദാസമയത്തും നാമം ജപിക്കുക. ഒരു പിറന്നാളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നാമം ജപിക്കുക. ഇന്നിപ്പോൾ ഒരു പിറന്നാളിന് ക്ഷണിച്ചിട്ട് അവിടെ പോയിട്ട് നാമം ജപിക്കാൻ നിന്നാൽ അവർക്ക് തന്നെ സമ്മതാവില്ല. പണ്ടൊക്കെ അങ്ങനെയാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് സഹസ്രനാമമൊക്കെ ജപിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇന്നും അപൂർവം ചില ഗൃഹങ്ങളിൽ അതുണ്ട്. പിറന്നാളിന് ക്ഷണിച്ച് കഴിഞ്ഞാൽ പശുദാനം. ഇപ്പോൾ പശുദാനം ചെയ്യുമ്പോൾ ധാരാളം പശുദാനം ചെയ്യും. അത് കഴിഞ്ഞ് എല്ലാവരും കൂടിയിട്ട് സഹസ്രനാമം ജപിക്കുക, അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ചടങ്ങായിട്ടെങ്കിലും കുറേശ്ശെ ചിലപ്പോൾ പതിവുണ്ട് എന്ന് സാരം. അപ്പോൾ അത് ഉപയുക്തങ്ങളെ ദാനം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫലം. വെള്ളം ദാനം ചെയ്യാറുണ്ട്, തുളസി ദാനം ചെയ്യാറുണ്ട്. തുളസി ദാനത്തിന് ആചാര്യന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. തുളസി ദാനം ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം നമ്മുടെ വീട്ടിലുണ്ടാവും. ഒരു തുളസി എടുത്തിട്ട് ഒരാൾക്ക് ദാനം ചെയ്യാൻ വല്ല പണിയുണ്ടോ? പക്ഷേ അതിൻ്റെ മൂല്യം പറഞ്ഞിട്ട് ദക്ഷിണ കൊടുക്കണം അത്രേ, ഉപരിദക്ഷിണ. അപ്പോൾ തുളസിയുടെ മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിന് തുല്യമാണ്. വിഷ്ണുവിന് തുല്യം എന്ന് പറഞ്ഞപ്പോൾ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ സമർപ്പിച്ചാൽ വിഷ്ണുവിന് തുല്യമാവില്ല. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ വലിയ കുഴപ്പമാണ്. അപ്പോൾ തുളസി ദാനം ചെയ്യൽ പാടില്ല എന്നാണ്. തുളസി ദാനം ചെയ്യാനല്ല പണി, അതിൻ്റെ ഉപരിദക്ഷിണ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കൂട്ടിയാൽ പറ്റില്ല. നമുക്ക് അതിനുള്ള ധനമില്ല. നമ്മുടെ കയ്യിലുള്ളത് മുഴുവനെ ഇപ്പോൾ ഒരു 1000 കോടി ധനം നമ്മുടെ കയ്യിലുണ്ടെന്ന് കൂട്ടുക. ഈ 1000 കോടി കൊടുത്തിട്ടും കാര്യമില്ല, കാരണം ബ്രഹ്മാണ്ടത്തിന് തുല്യമാവില്ലല്ലോ, ഭൂമിക്ക് തുല്യമാവില്ല. എന്നിട്ട് വേണ്ടേ? അപ്പോൾ വളരെ കുറച്ച് മാത്രം എന്നുള്ള നിലയ്ക്ക് നമുക്കെന്ത് കൊടുക്കാൻ സാധിക്കുള്ളൂ? ദാനം കൊടുക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ കൊടുക്കുന്നത് വലിയ സംഖ്യ എന്നൊക്കെ വിചാരിക്കും. എന്താ കഥ? 1000 ഉറുപ്പ്യ അത്രേ എല്ലാവർക്കും കൊടുത്തത്. 10 ചില്ലാൻ ആൾക്കാർക്ക് 1000 ഉറുപ്പ്യ വെച്ചിട്ട് കൊടുത്തു. എത്ര പൈസ വേണം എന്ന് വെച്ചാൽ ഉള്ളത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളേ. 1000 10,000 ആയി, 10,000 ലക്ഷമായി, ലക്ഷം കഴിഞ്ഞാൽ 10 ലക്ഷമായി. 10 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ടുള്ളൂ. ആ 10 ലക്ഷത്തിനാണ് ഇങ്ങനെ നമ്മൾ പറഞ്ഞത്. നേരെ മറിച്ച് അത് ഒന്നുമില്ലാത്ത ഒരാൾ, ഇരിക്കാൻ വീടും കൂടി ഇല്ല, വാടകയ്ക്കായിരിക്കണമൊക്കെ, അവർ ഈ എന്തെങ്കിലും ദാനം ചെയ്തു വെച്ചാൽ ആ ദാനത്തിന് ഈ 10 ലക്ഷം കൊടുത്തതിൻ്റെ ഫലം അല്ല ഉള്ളൂ, അതിനേക്കാൾ കൂടുതൽ ഫലമുണ്ട്. അതാണ്. അപ്പോൾ ദാനത്തിൻ്റെ ആളെ കണ്ടു കിട്ടലും ദാനം മേടിക്കാനുള്ള ആളെ കിട്ടലും അതേപോലെ തന്നെയാണ്. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്നൊക്കെയാണ് കണക്ക്. ഏതായാലും ഉപയുക്തങ്ങൾ ദാനം ചെയ്യണതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് പറഞ്ഞു. അതുപോലെ ബ്രാഹ്മണർക്ക് പഴം ദാനം ചെയ്യുക, അത് വളരെയധികം പുണ്യമാണ്. വസ്ത്രം, ഫലം, ധനം, അരി, ഇങ്ങനെയുള്ളതൊക്കെ ദാനം ചെയ്യുക, അത് ഉപയുക്തമാണ്. ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക, ദീനർക്ക് ദാനം ചെയ്യുക. പിന്നെ ഓരോന്നും ദാനം ചെയ്ത് കഴിഞ്ഞാൽ വിഷ്ണു ലോകത്തിലെത്തും, ശിവലോകത്തിലെത്തും. അങ്ങനെയൊക്കെയുള്ള പ്രാധാന്യവും അവിടെ പറഞ്ഞു. അതേപോലെ സർവസ്വദാനം എന്നൊന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഈ ജന്മത്തിൽ ചെയ്യാൻ സാധിക്കില്ല, കാരണം കലികാലമാണ്. സർവസ്വദാനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ മാർഗ്ഗമില്ല. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് സർവസ്വദാനം ചെയ്തു എന്ന് കൂട്ടുക. ആ അമ്പലത്തിൽ പിന്നെ ഈ ശരീരം എത്ര കാലമാണോ ജീവിക്കണമെന്ന് വെച്ചാൽ അത്രയും കാലം അമ്പലത്തിൽ നിന്ന് വേണം കൊടുക്കാനായിട്ട്. ബ്രാഹ്മണൻ്റെ മുതലൊക്കെ അമ്പലത്തിലായിരിക്കണം, അമ്പലത്തിൻ്റെ മുതലൊക്കെ നാട്ടുകാരയിലായിരിക്കണം. നാട്ടുകാർ ഈ ടാക്സ് എന്നുള്ള നിലയ്ക്ക് പൂജയായിട്ടോ, ഞാൻ ഇന്ന് മകൻ്റെ പേരിലൊരു പൂജ നടത്തി അതിൻ്റെ പ്രസാദം വാങ്ങാൻ പോവുക എന്നും പറഞ്ഞിട്ട് പോവും. അവിടെ ചെന്നിട്ടോ 200 ഉറുപ്പ്യ ഒറ്റയാവും ഇതിൻ്റെ പൂജയ്ക്ക് കൊടുത്തുണ്ടാവുക. അപ്പോൾ അതിന് എന്തെല്ലാം ചടങ്ങുകളുണ്ട് ഈ പൂജ നടത്തണം വെച്ചാൽ. അഭിഷേകം തൊട്ടുള്ള സകല കാര്യങ്ങളും ഈ പൂജയിലാണ് പെടുക എന്നാണ് പറയുക. അതൊന്നും അറിയാതെ കണ്ട് ഈ നേദ്യത്തിൻ്റെ കണക്ക് മാത്രം എടുക്കും. നേദ്യവും പായസവും തൂക്കി നോക്കും. 200 ഉറുപ്പ്യക്ക് എത്ര ശർക്കര, എത്ര അരി, എത്ര എന്നൊക്കെ കണക്കാക്കിയിട്ട് അപ്പോൾ ഒരു ഇടങ്ങഴി പായസം കിട്ടുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പോവുക. അതൊരു നാഴി പായസം കിട്ടിക്കഴിഞ്ഞാൽ 3 നാഴി മറ്റാൾ മുക്കിയേ എന്നും പറയും. അതാണ് നമ്മുടെ ദേവനുള്ള സമർപ്പണം. അപ്പോൾ അങ്ങനെയൊന്നും സമർപ്പിച്ചിട്ട് കാര്യമില്ല. സമർപ്പിക്കൽ ഈ അഭിഷേകം തൊട്ടിട്ട് നട അടയ്ക്കുന്നത് വരെയുള്ള അന്നത്തെ മുഴുവൻ ചിലവും പെടണം. അപ്പോൾ അതിന് പൂവുണ്ടാക്കണം, മാല ഉണ്ടാക്കണം, എന്തെല്ലാം ദ്രവ്യങ്ങൾ വേണം, അടിച്ചു വരുന്ന ആൾക്ക് വേണം, പാത്രം കഴുകുന്ന ആൾക്ക് വേണം, അതൊന്നും കണക്കില്ല.
ഇത് ഈ പായസം വയ്ക്കലും പായസം കൊണ്ടുപോലും മാത്രമേ കണക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ദാനം ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ഫലം കിട്ടാത്തത്. അറിഞ്ഞ് അങ്ങനെ ആ നിയമപ്രകാരം ഒരാൾ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞു വെച്ചാലോ ആൾ അധികം വാങ്ങിയെന്നും പറയും. ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താ വെച്ചാൽ വിവരമില്ലാത്തതുകൊണ്ടാണ്. അത് തോന്നുകയാണേ. പാത്രം മോറാൻ തന്നെ എത്ര പണിയുണ്ട് വെച്ചിട്ടാ, ബിഫോർ പാത്രം മോറണം, ആഫ്റ്റർ പാത്രം മോറണം. അപ്പോൾ ഇതൊക്കെ അതിൽ പെടും. ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് അയ്യോ ഞാൻ ഇത്രയും വലിയൊരു സംഖ്യ ചിലവാക്കി എന്നിട്ടിപ്പോൾ ഇതേ ഉണ്ടായുള്ളൂ എന്ന് തോന്നുക. ഇപ്പോൾ ഈ മാൻ പവർ മാത്രമല്ല, ഇപ്പോൾ എങ്ങനെ ഒരു പഠിച്ചുണ്ടാക്കണം എന്നൊക്കെയാണ്. ഒരു പൂജാ ഫലത്തോട് കൂടിയിട്ട് അതിൻ്റെ മന്ത്രപ്രയോഗവും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഫലിപ്പിക്കണം എന്ന് വെച്ചാൽ എത്ര പഠിച്ചുണ്ടാവണം, എത്ര സിദ്ധി വേണം, എത്ര തവണ അത് ചെയ്താൽ ആ സിദ്ധി കിട്ടുക, അതൊക്കെ കിട്ടിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ടേ. അപ്പോൾ ഒരു തവണയാണ് ചെയ്താൽ അതാണ് നടക്കില്ല. എന്താ വെച്ചാൽ അത്രയും കൂടുതൽ പാപമുണ്ട്. അപ്പോൾ ഞാൻ അത്രയൊക്കെ പൈസ ചിലവാക്കി എന്നിട്ട് എൻ്റെ കാര്യമൊന്നും നടന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്നല്ലാണ്ട് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യത്തെ മനസ്സിലാവില്ല. എത്ര തവണ ചെയ്താലാണോ ഇതാണ് ചെയ്യേണ്ടത്, അത് എത്ര തവണ ചെയ്താലാ ഭരിക്കുക എന്നുള്ളത് ഇപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല. പാപം തീരണവരെ എന്നാണേ. പാപം തീർന്നാൽ ഫലം കിട്ടും. ഇതേ കാര്യം ചെയ്യണ്ടു. പക്ഷെ അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഒരു തവണ ചെയ്തിട്ട് ഫലം കിട്ടിയില്ല എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പം അങ്ങനെയല്ല. പുരാണത്തെ ആശ്രയിക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഗുണം. ഇതെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ദാനം ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്, ഇന്ന രീതിയിൽ പൂജ നടത്തി കഴിഞ്ഞാൽ ഇന്ന ഫലം, ഇന്ന പൂജ നടത്തി കഴിഞ്ഞാൽ മണിദീപത്തിലേക്ക് അയച്ചാൽ അവിടേക്ക്, വിഷ്ണു പൂജ അയച്ചാൽ വൈകുണ്ഠത്തിലേക്ക്, ഗോലോകത്തിലേക്ക്, സത്യലോകത്തിലേക്ക്, ശിവലോകത്തിലേക്ക്, കൈലാസത്തിലേക്ക്, ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. അപ്പോൾ എന്ത് വസ്തുക്കൾ ദാനം ചെയ്യണു, ആർക്ക് ദാനം ചെയ്യണു എന്നുള്ളതും എവിടെ വെച്ച് ദാനം ചെയ്യണമെന്നും ദേശം കാലം ഒക്കെ വളരെ, അതുപോലെ ദിവസങ്ങൾ, അഷ്ടമിരോഹിണി, ഈ ശിവരാത്രി, ഇങ്ങനെ ഉണ്ടല്ലോ, അക്ഷയ തൃതീയ, ഇങ്ങനെ പല, ശ്രീരാമനവമി, ഇപ്പോൾ കന്യമാസത്തിലാണ് വെച്ചാൽ ഈ നവരാത്രി കാലത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ നോക്കുക. നദീതീരത്തിൽ കോളത്തിൻ്റെ, ആലിൻ്റെ, തുളസിയുടെയൊക്കെ താഴെ, അതേപോലെ ബ്രാഹ്മണ സദസ്സിൽ വെച്ചിട്ട്, അതേപോലെ പൂജാതി കർമ്മങ്ങളൊക്കെ വിസ്തരിച്ച് ചെയ്തിട്ട് ആ സദസ്സിൽ വെച്ചിട്ട് ഒക്കെ ദാനം ചെയ്യുന്നതിന് വലിയ മഹത്വമാണുള്ളത്. ആ മഹത്വത്തെ മനസ്സിലാക്കിയിട്ടാണത് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ എല്ലാ ഗുണഫലങ്ങളും കിട്ടും. പിന്നെ ജനിക്കേണ്ടാത്ത ഒരു രീതിയിൽ ഈ ദേവതമാർ നമ്മളെ അനുഗ്രഹിക്കും എന്നെല്ലാം വളരെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ഹരിനാമം ജപിപ്പോനും ജപിപ്പിപ്പോനും സദാ നാമസംഖ്യാസമം അത്രയും യുഗം വൈകുണ്ഠത്തിൽ സുഖിച്ചിടാം എന്നാണ്. അതേപോലെ സാളഗ്രാമാദികൾ ദാനം ചെയ്യുമ്പോൾ നേരിട്ട് ഭഗവാങ്കൽ എത്തിച്ചേരാം. ശിവലിംഗം കൊടുക്കുമ്പോൾ ശിവലോകത്തിലെത്തിച്ചേരാം. ഭൂപ്രദക്ഷിണം ചെയ്യുകയാണെങ്കിൽ തീർത്ഥാടനാദികൾ ചെയ്യുമ്പോൾ ഭൂപ്രദക്ഷിണമായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ അത്രയും കാലം ഇന്ദ്രാസനത്തിൽ സ്വർഗം കിട്ടുന്ന അർത്ഥം. അതേപോലെ യാഗാദികൾ ചെയ്യുമ്പോൾ, അംബാമഖമൊക്കെ ചെയ്യുമ്പോൾ ഈ മണിദ്വീപത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെയും ശ്രേഷ്ഠത ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാം. ഇപ്പോൾ ശ്രേഷ്ഠത ക്രമമൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ദേവന്മാർക്കിടയിൽ വിഷ്ണു, വൈഷ്ണവന്മാർക്കിടയിൽ നാരദൻ, വേദങ്ങൾക്കിടയിൽ ഋഗ്വേദം, പിന്നെ വർണ്ണങ്ങൾക്കിടയിൽ ദ്വിജൻ, അതേപോലെ തീർത്ഥങ്ങൾക്കിടയിൽ ഗംഗ, പിന്നെ ശുദ്ധി, അതിൽ ശിവനാണ് ഏറ്റവും കൂടുതൽ ശുദ്ധി, ജ്ഞാനം തരുന്ന അർത്ഥം. അതുപോലെ ഈ വ്രതങ്ങളിൽ ഏകാദശി വ്രതമാണ് നോക്കേണ്ടത്. അതുപോലെ ഇലകളിൽ തുളസിക്കാണ് പ്രാധാന്യം. പിന്നെ നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രൻ, പക്ഷികൾക്കിടയിൽ ഗരുഡൻ, അതേപോലെ ഇന്ദ്രിയങ്ങൾക്ക് നാഥനായിക്കൊണ്ട് മനസ്സ്, പ്രജാപതികൾക്ക് നാഥനായിക്കൊണ്ട് ബ്രഹ്മാവ്, മനുഷ്യർക്ക് നാഥനായിക്കൊണ്ട് രാജാവ്. വൃന്ദാവനം ആണ് ഏറ്റവും പ്രധാനം. കാടുകളിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനം തുളസിക്കാടാണ്. അതുപോലെ ലക്ഷ്മി, സരസ്വതി, ദുർഗ, രാധ, ഇങ്ങനെ പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള ശ്രേഷ്ഠതകളെ വിസ്തരിച്ച് പറഞ്ഞു. ഈ ശ്രേഷ്ഠതാക്രമം അനുസരിച്ച് ഭജനാദികൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ എന്നെല്ലാം പറഞ്ഞു.
അപ്പം അതുകൊണ്ട് ജനമേജയ രാജാവിനോട് വ്യാസൻ പറഞ്ഞു, അമ്മയെ ഭജിച്ചോളൂ. നാരദനും ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് നാരായണൻ പറഞ്ഞത് അമ്മയെ ഭജിച്ചോളൂ. സാവിത്രിയോട് ധർമ്മദേവൻ പറയണതും അമ്മയെ ഭജിച്ചോളൂ എന്നാണ്. അപ്പം നമുക്കും ഇതേപോലെ അമ്മയെ ഭജിക്കുവാൻ സാധിക്കുമാറാകട്ടെ. ഇങ്ങനെ പറഞ്ഞതായിട്ടുള്ള ആ യമധർമ്മരാജാവിനെ യമാഷ്ടകം കൊണ്ട് സ്തുതിക്കുകയാണ്. സാവിത്രി 8 നാമങ്ങൾ ചേർത്തായിട്ടുള്ള ധർമ്മരാജാവ്, ശമനൻ, അന്തകൻ, ദണ്ഡധരൻ, കാലഞ്ജമൻ, മിത്രൻ, അര്യമാവ്, ഇങ്ങനെയൊക്കെ പേരുകൾ കുറേ ഉണ്ട്. ആ പേര് പറഞ്ഞ് സ്തുതിക്കുക വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു സ്തുതിയാണ്. അതും കൂടി ചൊല്ലിയിട്ട് ഈ വാക്കുകൾ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കാം, അമ്മയ്ക്ക് സമർപ്പിക്കാം. ഓം പുഷ്കരത്തിൽ തപം ചെയ്ത് ഭാസ്കരൻ പണ്ടു ധർമ്മനെ പുത്രനായി നേടിയ ധർമ്മരാജനെ കൈവണങ്ങിടാം. ചരാചരങ്ങളിൽ സർവം സാക്ഷിയായി സമബുദ്ധിയായി വർത്തിക്കും ശമനാഭിഖ്യയെഴും ദേവനെ തൊഴാം. ജീവജാലങ്ങൾക്കു സർവം സ്വേച്ഛയാൽ കാലമാകവേ അന്തം വരുത്തുമദ്ദേവൻ കൃതാന്തനെ നമിച്ചിടാം. പാപിഷ്ടരായോർക്ക് ദണ്ഡമേകി ശുദ്ധി അണയ്ക്കുവാൻ ദണ്ഡം ധരിക്കും ശാസ്താവാം ആ ദണ്ഡധരനെ കൈതൊഴാം. സർവത്ര വിശ്വം കലം ചെയ്കയാലും തടുക്കുവാനാവായികയാലും കാലാഖ്യനായോരദേവനെ കൈതൊഴാം. ഇന്ദ്രിയങ്ങളെ വെന്നോനായി യമിയായി ബ്രഹ്മനിഷ്ഠനായി കർമ്മത്തിൻ ഫലദാതാവാം യമനെ കൈതൊഴുന്നു ഞാൻ. പാപികൾക്കാർത്തിതൻ പുണ്യം ചെയ്യുവോർ കുറ്റമിത്രവും ആത്മാരാമൻ സർവതത്വവിത്താമാമിത്രനെ തൊഴാം. ബ്രഹ്മാംശമായി പരബ്രഹ്മധ്യാനത്തിങ്കൽ നിമഗ്നനായി ബ്രഹ്മതേജസ്സിനാൽ കത്തിജ്വലിക്കും ദേവനെ തൊഴാം. എന്നോതി യമനെ താണുകൂപ്പി സാവിത്രി നാരദ ഓതിനാൻ യമനം ശക്തിമന്ത്രം ദുഷ്കർമ്മപാപവും കാലത്തെണീറ്റ് സതതം യമാഷ്ടകം ഇതോതുകിൽ യമഭീതി വര പാപമുക്തിയും സംഭവിച്ചിടും. ഭക്തിപൂർവം നിത്യമിത് ജപിക്കും പാപിയെയുമേ പല ജന്മങ്ങളും കൊണ്ട് ശുദ്ധനാക്കും യമൻ മുനേ. മൂലം ദേവി ഭാഗവതത്തിലെ മൂലം ഒന്ന് വായിക്കാം. ആ യമാഷ്ടകം. സാവിത്രി ഉവാച ഓം തപസാ ധർമ്മമാരാധ്യ പുഷ്കരേ ഭാസ്കര പുരാ ധർമ്മം സൂര്യസുതം പ്രാപ ധർമ്മരാജം നമാമ്യഹം. സമതാ സർവഭൂതേഷു യസ്യ സർവസ്യ സാക്ഷിണ അതോ യന്നാമ ശമനമിതി തം പ്രണമാമ്യഹം. യേന അന്തശ്ച കൃതോ വിശ്വേ സർവേഷാം ജീവിനാം പരം കാമാനുരൂപം കാലേന തം കൃതാന്തം നമാമ്യഹം. ബിഭർത്തിദണ്ഡം ദണ്ഡായ പാപിനാം ശുദ്ധിഹേതവേ നമാമി തം ദണ്ഡധരം യ ശാസ്താ സർവജീവിനാം. വിശ്വം ച കലയത്യേവ യ സർവേഷു ച സന്തതം അതീവ ദുർനിവാര്യം ച തം കാലം പ്രണമാമ്യഹം. തപസ്വി ബ്രഹ്മനിഷ്ഠോ യ സംയമി സംജിതേന്ദ്രിയ ജീവിനാം കർമ്മഫലദസ്തം യമം പ്രണമാമ്യഹം. സ്വാത്മാരാമശ്ച സർവജ്ഞോ മിത്രം പുണ്യകൃതാം ഭവേത്. പാപിനാം ക്ലേശദോ യസ്തം പുണ്യം മിത്രം നമാമ്യഹം. യജ്ജന്മ ബ്രഹ്മണോംശേന ജ്വലന്തം ബ്രഹ്മതേജസ യോ ധ്യായതി പരം ബ്രഹ്മ തമീശം പ്രണമാമ്യഹം. ഇത്യുക്ത്വാ സാ ച സാവിത്രി പ്രണനാമ യമം മുനേ. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഇപ്പോൾ 9-ാം സ്കന്ധത്തിലെ 31-ാമത്തെ അധ്യായത്തിലാണ് ഈ യമാഷ്ടകം.